Yes, young man. Whom you want? ജൂഡിയുടെ വീടല്ലേ? Yes. Come inside. Come on. Come on. ഇരിക്കൂ. It's finished. Sorry. നോ താങ്ക്സ്, എനിക്ക് വേണ്ട. ജൂഡിയില്ലേ? ഹായ് റെക്സോ. ഡാഡി, ഞാൻ പറയാറില്ലേ, ഹീസ് മിസ്റ്റർ റെക്സ്. Hello. How do you do? ഞാനിപ്പോ വരാം. It is finished. Young man, have you got 50 bucks? കടമായിട്ട് തന്നാൽ മതി. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ തിരിച്ചു തരും. നോ റെക്സ്, പ്ലീസ് കൊടുക്കരുത്. ഡാഡി. So what? He is like my son. My son, I have only one daughter and she has only one daddy. മമ്മിയില്ലേ? ഇല്ല, മമ്മി രാവിലെ പുറത്തു പോയതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ജൂഡി? ഞാനും വരാം. സമ്പാദിച്ച കാശ് മുഴുവൻ കുടിച്ചു തീർത്തു. ഇപ്പൊ ആരെ കണ്ടാലും കടം ചോദിക്കും. അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷനും എന്റെ ശമ്പളം കൊണ്ടാണ് ഇപ്പൊ ഒരു വിധത്തിൽ വീട് കഴിഞ്ഞു പോകുന്നത്. എല്ലാ മാസവും ആദ്യം വീട്ടിലൊരു ബഹളമാ. അമ്മയുടെ കയ്യിലെ കാശ് തീർന്നാലേ ഡാഡിക്ക് സമാധാനമുള്ളൂ. ചില ദിവസം കുടിച്ച അബോധാവസ്ഥയിൽ വരും. അന്നത്തെ ദിവസം വീട്ടിലൊരു നരകമാ. ആ രാത്രി ആർക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. I'm fed up, Rex. ജൂഡി, എന്താ ഇത്? റെക്സ് എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷവും ഇന്നും എന്നും എപ്പോഴും. നോക്കിയത് ഇതവിടെ. ദേവിയോടെ? ആ, രാവിലെ മുതൽ മുറിക്കുള്ളിൽ തന്നെ ഇരിപ്പാ. ഉച്ചയ്ക്കൊന്ന് പുറത്തു വരും. ആരെങ്കിലും നിർബന്ധിച്ച എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും. എത്ര ദിവസമായിരുന്നു ഇങ്ങനെയായിട്ട്? അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. എത്ര മാസങ്ങളായി ഈ വീടൊന്ന് ചിരിച്ചു കണ്ടിട്ട്. ഒരുമാതിരി ശ്മശാനം പോലെ. ഇപ്പോഴേ വേണം സാറേ, ചേച്ചി, നമുക്കെല്ലാവർക്കും കൂടെ ഒരു ഡിന്നറിന് പുറത്തേക്ക് പോവാം. Then we will go for a cinema. What do you say? I am ready. മോനോ? ഞാനുണ്ട്. എന്നാ മോൻ പോയി ദേവി എന്റെ വിളിച്ചോണ്ട് വന്നേ. ആന്റി വാ, നീ താഴെ വിളിക്കുന്നു. വാ ആന്റി. എത്ര നാളായി ഈ മുറിക്കകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും അല്പം ശുദ്ധമായി ശ്വസിക്കണ്ടേ? ദേവി വേഗം റെഡിയാവും. നമ്മളൊരു ഡിന്നറിന് പോവാണ് പുറത്തേക്ക്. കൂട്ടത്തെ ഒരു സിനിമയും. സമയം തന്നെ. ദേവി വേഗം ചെല്ലേ. ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദേവിക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ ഇത് പറയുന്നത്. കമോൺ ദേവി. എന്നെ നിർബന്ധിക്കരുത്. ഞാനില്ല. സാരമില്ല പീറ്റർ, നമുക്ക് ഈ പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യാം. ഞാൻ വരട്ടെ ചേച്ചി. സിനിമയ്ക്ക് ഞാൻ വരാം അങ്കിൾ. അതെ. കേട്ടപ്പോ വിഷമം തോന്നി. ആ പെൺകുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ദുർവിധി വരേണ്ടായിരുന്നു. മോനെ, ആ കുട്ടിയെ നീ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. ആ കുട്ടിയെ
ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എനിക്കതൊന്നുമില്ല. നോ, ഷീ ഈസ് ഫാർ ബെറ്റർ. പഴയതുപോലെ മുറിയിൽ തന്നെ അടച്ചിരിപ്പൊന്നുമില്ല. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. മേനോ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? കമോൺ. അത് പിന്നെ എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ, എപ്പോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്തു പറ്റി? ഫാക്ടറിയിൽ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, ഒരു ചെറിയ ലേബർ പ്രോബ്ലം. ഞാൻ ഡ്രസ് മാറട്ടെ. സോറി, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ധൃതിയൊന്നുമില്ല. മേനോ സാർ പോയിട്ട് വരൂ. ആ, എവിടെ പോയിട്ട് വരുന്നു? ലൈബ്രറി വരെ പോയിരുന്നു. ഇതൊക്കെ വായിക്കാൻ എന്ന് തുടങ്ങി? നോവലൊക്കെ വായിച്ചു മടുത്തു. ഒരു ചേഞ്ചിന് വേണ്ടി. അത് കൊള്ളാം. ഉം.